പണം ഉണ്ട് എന്ന ഗർവ്, അഹങ്കാരം വേണ്ട. അത് ഏത് സമയത്തും റബ്ബ് തിരിച്ചെടുത്തേക്കാ. ഒരു പ്രളയം വന്നപ്പോ തീർന്നില്ലേ? നിന്റെ വലിയ വലിയ വാഹനങ്ങൾ, മുറ്റത്തുള്ള ലക്ഷങ്ങൾ മുടക്കിയിട്ട് നീ വാങ്ങിയ വലിയ ആഡംബര വണ്ടികൾ വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ? നിന്റെ വലിയ കോടികൾ ആസ്തിയുള്ള അതേ വീട്, എല്ലാ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച വീട് വെള്ളത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒലിച്ചു പോയില്ലേ? നിന്റെ ബാങ്ക് ബാലൻസ് പോലും സീറോ ആകേണ്ടി വന്നില്ലേ? എത്ര വലിയ പണക്കാരനും പാപ്പരായി അഭയാർത്ഥി ക്യാമ്പിൽ അന്തേവാസികളെ പോലെ, ഒന്നുമില്ലാത്തവരെ പോലെ, അതിഥി തൊഴിലാളികളെ പോലെ മറ്റാരോ തരുന്ന ഭക്ഷണവും പ്രതീക്ഷിച്ച് ഒരു നേരം വെള്ളത്തിന് വേണ്ടി കൈനീട്ടി യാചിച്ച് കഴിയേണ്ട ദിനങ്ങളെ വന്നില്ലേ? അതല്ലേ മഹാന്മാര് പാടിത്തന്നത്? വഫീ ഖബ്ലി കഫി തുഫ്ലി ഇൻദൽ വിലാദതി ദലീലുൻ അലൽ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യ് വഫീ ബസ്തിഹാ ഇൻദൽ മമാതി ഇശാറതു അലാ ഫൻദുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈ. പ്രപഞ്ചത്തിന്റെ പ്രതലത്തിലേക്ക് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ അവന്റെ കൈകളൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ്. അതിന്റെ രഹസ്യം എന്താണ്? അത് ആർത്തിയുടെ അടയാളമാണ്. ഇവിടെയുള്ള സർവ്വതും ഞാൻ എന്റെ കൈപ്പിടിയിലൊതുക്കും. വാരിക്കൂട്ടും. വലിയ പണക്കാരനാകും. കോംപ്ലക്സുകൾ നിർമ്മിക്കോ, അമ്പരച്ചുംബികളായ സൗധങ്ങൾ നിർമ്മിക്കോ, കൊട്ടാരങ്ങളെ പണിത്. ഇങ്ങനെയൊക്കെ ആർത്തിയുടെ അടയാളമായിട്ടാ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഇതേ മനുഷ്യന്റെ ജീവിതം 50, 60, 70, 100 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നവൻ പിരിയുമ്പോ കൂട്ടിപ്പിടിച്ച കൈ പിന്നെ കാണുന്നത് അതിനെ നിവർത്തിയിട്ടാണ്, വിടർത്തി വെച്ചിട്ടാണ് കാണുന്നത്. ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അഞ്ച് കാര്യങ്ങൾ റബ്ബിന്റെ അടുക്കൽ ചോദിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ട് അതിനുള്ള കണ്ടെത്തേണ്ട ഉത്തരം പോലും പറഞ്ഞു തന്നു. അത് സ്വീകരിക്കേണ്ട വിഷയങ്ങളും നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി സംശയത്തിനിടമില്ലാതെ രൂപത്തിൽ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഗൗനിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചാൽ, അവിടെ കുടുങ്ങിപ്പോയാൽ, ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വിജയിക്കാനുള്ളൊരു അവസരങ്ങളില്ല. അല്ലാഹ് തന്ന സമ്പത്ത്, ആ സമ്പത്ത് കൊണ്ട് നിനക്ക് ദുനിയാവ് നേടാ. ഇനി സമ്പത്ത് കൊണ്ട് ദുനിയാവ് നേടാം, ആഖിറം നേടാം. ആ സമ്പത്ത് കൊണ്ട് ആഖിറം മാത്രം നേടാം. സമ്പത്ത് കൊണ്ട് ദുനിയാവ് നേടിയ ആളുകൾ ഫിറഔനുണ്ട്, ഖാറൂനുണ്ട്, നമ്രൂദുണ്ട്. വലിയ വലിയ മുതലാളിമാരായിരുന്നു, പണത്തിന്റെ ചാക്കുകളുമായി നടന്നവരായിരുന്നു, കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ന് അഡ്രസ്സുകളില്ല, അവരുടെ പേരുകൾ വായിക്കപ്പെടുന്നില്ല. ഇനി വായിച്ചാൽ തന്നെ ലഅനത്ത് ചെയ്യപ്പെടുകയാണ്. അവരെ സമ്പത്ത് കൊണ്ട് അവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞില്ല. വിശദീകരിക്കുന്നില്ല. എന്നാൽ 2 നേടിയ ആളുകളില്ലേ? ദുനിയാവിൽ ഇസ്സത്തോടെ ജീവിച്ചു. മഹാനായ ഗൗസുൽ ആലമിന്റെ ചരിത്രം വായിക്കുമ്പോ അവിടുത്തെ ജീവിതം നല്ല ഇസ്സത്തോടെ ജീവിച്ചു. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചില്ല, നല്ല രൂപത്തിൽ ഉയർന്ന വാഹനത്തിൽ സഞ്ചരിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു. അതുകൊണ്ട് ദുനിയാവ് വലിച്ചെറിഞ്ഞില്ല, അല്ലാഹനെ മറന്നില്ല, റബ്ബിന് ശുക്ർ ചെയ്യാതെ മാറുന്നില്ല. പൂർവസൂരികൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതം പഠിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വലിയ പണക്കാരനായിരുന്നു. കിട്ടിയ ലഭിച്ച പണം മുഴുവനും ദീനിന് വേണ്ടി സമർപ്പിച്ചു.
സാധാരണക്കാരെ പോലെ ജീവിച്ചു. ആഖിറത്തിന് ദുനിയാവിലെ സമ്പത്ത് മുഴുവനും ഭരിച്ചു, പൂർണ്ണമായും ഒഴിവാക്കി അവോട് ചെയ്തിട്ട് അള്ളാഹിന്റെ ആഖിറത്തിൽ മാത്രം വിജയം വേണമെന്ന് സർവ്വതിനും പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് പരിത്യാഗിയായി ജീവിച്ച ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളില്ലേ, വലിയ കൊട്ടാരം വേണ്ട എന്ന് വെച്ചു, പണം വേണ്ട എന്ന് വെച്ചു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ പൂർണ്ണമായും മാറ്റിവെച്ചില്ലേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അടക്കമുള്ള മുസ്അബ് ഇബ്നു ഉമൈർ അടക്കമുള്ള മഹാന്മാരുടെ പേരുകളൊക്കെ വായിക്കേണ്ടി വരികയാണ്. അങ്ങനെ അവർ ദുനിയാവിൽ സമ്പത്ത് അല്ലാഹു കൊടുത്ത സമ്പത്തിന് ആഖിറത്തിനെ വിജയിക്കണം എന്ന രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തു, സർവ്വതും അവർ അതേ സംഭാവന ചെയ്തു. ആ നിലക്ക് ജീവിച്ച മഹാന്മാരാണ്. അപ്പൊ സമ്പത്ത് കാണുമ്പോ എല്ലാം ലഭിച്ചു എന്നൊരു ചിന്ത വേണ്ട. ഇന്ന് നമ്മൾ അതിന്റെ അലങ്കാരങ്ങൾ, കല്യാണം വരുമ്പോ, വീട് കൂടി വരുമ്പോ വീടും പരിസരങ്ങളൊക്കെ അലങ്കരിക്കും, അത് താൽക്കാലികമാണ്. ഇത് എപ്പോഴേക്കുമല്ലല്ലോ. ചടങ്ങ് കഴിയലോടുകൂടെ അതേ ഡെക്കറേഷനുകൾ അയച്ചു വെക്കുകയാണ്. പരിപാടി കഴിയലോടുകൂടെ അലങ്കാര വസ്തുക്കളൊക്കെ വർണ്ണശബളമായ ലൈറ്റിങ്ങുകളൊക്കെ മാറ്റിവെക്കുകയാണ്. അത് കേവലം ഒരു അലങ്കാര വസ്തുവായതുകൊണ്ടാണ്. എന്നാൽ ഈ ദുനിയാവിലേക്ക് മനുഷ്യരയച്ചപ്പോ അത് ദുനിയാവിന്റെ അലങ്കാരമായി അള്ളാഹു രണ്ട് കാര്യം തന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ മുഅ്മിനീങ്ങളെ, അതേ സമ്പത്തിനെ കുറിച്ചല്ലേ റബ്ബ് പറഞ്ഞത്. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, ആ സമ്പത്ത് തന്നെ നമുക്ക് നാശമുണ്ടാകുന്നു. ഇന്നമാംവാലുകും വൗലാദുകും ഫിത്ന, സന്താനങ്ങളും സമ്പത്തും അത് ഫിത്നയാണ്. അതിനേത് രൂപത്തിൽ വിനിയോഗിക്കുന്നു എന്നിടത്താണ് കാര്യം. ആ രൂപത്തിൽ പ്രത്യേകം ചിന്തിച്ച് പ്രത്യേകം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവിലേക്ക് വരുമ്പോ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു വരുന്നത്. അതല്ലേ മഹാന്മാര് പാടിത്തന്നത്, വഫീ ഖബ്ലി കഫിത്ഫിലി ഇൻദൽ വിലാദതി ദലീലുൻ അലൽ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യ് وفي بسطها عند الممات إشارة ألا فانظروني قد خرجت بلا شيء. പ്രപഞ്ചത്തിന്റെ പ്രതലത്തിലേക്ക് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ അവന്റെ കൈകളൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ്. അതിന്റെ രഹസ്യം എന്താണ്? അത് ആർത്തിയുടെ അടയാളമാണ്. ഇവിടെയുള്ള സർവ്വതും ഞാൻ എന്റെ കൈപ്പിടിയിലൊതുക്കും, വാരിക്കൂട്ടും, വലിയ പണക്കാരനാകും, കോംപ്ലക്സുകൾ നിർമ്മിക്കോ, അമ്പരച്ചുംബികളായ സൗധങ്ങൾ നിർമ്മിക്കോ, കൊട്ടാരങ്ങളെ പണിത്, ഇങ്ങനെയൊക്കെ ആർത്തിയുടെ അടയാളമായിട്ടാ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഇതേ മനുഷ്യന്റെ ജീവിതം 50, 60, 70, 100 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നവൻ പിരിയുമ്പോ കൂട്ടിപ്പിടിച്ച കൈ പിന്നെ കാണുന്നത് അതിനെ നിവർത്തിയിട്ടാണ്, വിടർത്തി വെച്ചിട്ടാണ് കാണുന്നത്. ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്റെ സമ്പത്ത് എനിക്ക് കോഴിക്കോട് ടൗണിൽ വലിയ വലിയ മണിമാളിക കൊട്ടാരങ്ങള്, സമാനമായ അമ്പരചുംബികളായ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. കോടിക്കണക്കിന് വരുമാനങ്ങൾ അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ജ്വല്ലറികളുണ്ട്, ടെക്സ്റ്റൈൽസ് ുണ്ട്, വലിയ കൊട്ടാര സമാനമായ വീടുണ്ട്, കോടികൾ ആസ്തിയുണ്ട്. പക്ഷെ അവൻ പോകുന്നത് വെറും 3 കഷ്ണം തുണിയുമായിട്ടാ. അവനൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്.
മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് അല്ലാഹു തന്ന സമ്പത്ത് നല്ല വിധത്തിൽ വിനിയോഗിക്കണം. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, എല്ലാം ലഭിച്ചു എന്ന ധാരണ വേണ്ട. ചില പൈസക്കാർക്കൊക്കെ പാവങ്ങളെ കാണുമ്പോ പുച്ഛമാണ്, നിസ്സാരമാണ്. എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടി പോയാൽ ഒന്നുകിൽ കൊടുക്കണം, മാന്യമായി ഒന്ന് പറഞ്ഞു വിടണം. അതൊന്നും ഇല്ലാതെ ഇവനാണ് സമ്പത്തിന്റെ സ്രോതസ് എന്ന തരത്തിൽ ആട്ടിയോടിക്കുന്ന എത്രയോ മുതലാളിമാരില്ല, ആട്ടിയോടിക്കുന്നവരില്ലേ. അവനെ വേദനിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പോവേണ്ട സാഹചര്യം വരുന്നില്ല. അതിനുള്ള ദുനിയാവിൽ തന്നെ റബ്ബവനെ പരീക്ഷിക്കും. നിങ്ങൾക്കറിയുമോ, മഹാനായ അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേ അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയൊരു സംഭവം. എന്താണ്? ബനു ഇസ്രായേലിൽ കടലോരത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ, തീരദേശത്ത് വസിക്കുന്ന കടപ്പുറത്ത് താമസിക്കുന്ന ഒരു മനുഷ്യന്, അയാൾ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാണ്, എന്നെ കാണുന്നവർ ആരെയും ആക്രമിക്കരുത്. എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു വ്യത്യസ്തമായ പറച്ചിലാണ്. എന്താണ് അതിന്റെ രഹസ്യം? വിഷയം വിശാലമാണ്, ചരിത്രം നീണ്ടതാണ്, ഞാൻ പരത്തി പറയുന്നില്ല, ചുരുക്കട്ടെ. അയാൾ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, എന്നെ കാണുന്നവർ ആരെയും ആക്രമിക്കരുത്. ഉറക്കെ വിളിച്ച് പറയാണ്, ഉച്ചത്തിൽ വിളിച്ച് പറയാണ്. ഒരാളെ കണ്ടു, അല്ല മനുഷ്യ, എന്താണ് ഇങ്ങനെ ഇത് മാത്രം പറയുന്നു? അപ്പ പറയാണ്, വിശദീകരിക്കാണ്. ഒരു കാലത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ഈ കടൽ തീരത്ത് ഒരു ദിവസം വന്നു. ഒരു സാധുവായ മനുഷ്യന് മത്സ്യം പിടിക്കുന്നത് കണ്ടു. അയാൾക്ക് നല്ലൊരു മത്സ്യം ലഭിച്ചു. സന്തോഷത്തോടെ ആ മത്സ്യവുമായി അയാൾ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ പിന്നാലെ കൂടി ചോദിച്ചു, ആ മത്സ്യം എനിക്ക് വെറുതെ തരുമോ? കൊടുത്തില്ല. അപ്പ പറഞ്ഞ കാശ് തരാ, അപ്പോഴും കൊടുത്തില്ല. പോലീസുകാരല്ലേ, അവർക്കുണ്ടാവും അവന്റെ മസിൽ പവറെ കാണിക്കണമെന്ന് തോന്നൽ. അയാളെ കയ്യിലുണ്ടായിരുന്ന ചട്ടവാറ് കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ തലക്കടിച്ചു. ആ മത്സ്യത്തെ കൈവശപ്പെടുത്തി ബലാത്കാരമായി അതിനെ സ്വന്തമാക്കി. അങ്ങനെ അവൻ അതിനും കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയാണ്. കയ്യിന്റെ തള്ളവിരയിൽ അതാ മത്സ്യം കടിക്കുകയാണ്. ജീവനുള്ള മത്സ്യമാണ്. വളരെ കിണഞ്ഞു ശ്രമിച്ചു, മത്സ്യം പിടിവിട്ടില്ല. ഒടുവിൽ വീട്ടുകാരൊക്കെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മത്സ്യത്തിനെ ഈ പോലീസുകാരന്റെ കൈവിരലിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിഞ്ഞത്, വേർപ്പെടുത്താൻ കഴിഞ്ഞത്. അങ്ങനെ നല്ല മത്സ്യം കറിയിച്ചു, ഭക്ഷണമൊക്കെ പാചകം ചെയ്തു. ഭക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പോഴാണ് കയ്യിലൊരു മുള്ള് തറച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ മുള്ളു തറച്ച ഭാഗത്ത് നിന്ന് നീര് വന്നു, വിരല് വീർത്തു. അതിൽ നിന്ന് മത്സ്യത്തിന്റെ പല്ലിന്റെ അവശിഷ്ടങ്ങൾ പുറത്തു വന്നു. ആ നാട്ടിൽ അറിയപ്പെട്ട വിദഗ്ധനായൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി ഇതിനുള്ളൊരു പ്രതിവിധി, ആ കൈവിരൽ മുറിച്ച് മാറ്റണേ, മറ്റൊരു മെഡിസിൻ പറയാനില്ല. ആ വിരല് മാറ്റിയില്ലെങ്കിൽ അത് കൈയിന്റെ മുഴുവൻ ഭാഗത്തേക്കും അത് പടർന്നു പിടിക്കൂ. സുബ്ഹാനല്ലാഹ്, വിരല് മുറിച്ച് മാറ്റിയിട്ടു അസുഖം ഭേദമാകുന്നില്ല. അസുഖം മുൻകൈയിലേക്ക് പടർന്നു. അതേ ഡോക്ടർ പറഞ്ഞു, ഇനി മുൻകൈ മുറിച്ചില്ലെങ്കിൽ നീ മരിക്കാൻ സാധ്യതയുണ്ട്, മരണം സംഭവിക്കാൻ പോലും സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ മുൻകൈയും മുറിച്ചു. പിന്നെ അസുഖം തണ്ടൻ കൈയിലേക്ക് പടർന്നു, അതും മുറിക്കേണ്ടി വന്നു.
സുബ്ഹാനല്ലാഹ്. പിന്നെ പറഞ്ഞു തോളം കൈയിലേക്ക് പടർന്നു. അത് മുറിച്ചില്ലെങ്കിൽ പിന്നെ മരണം സംഭവിക്കും. പേടിച്ച് അതും കൂടി മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ആ പഴയ പോലീസുകാരൻ ബേജാറായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് അലക്ഷ്യനായി വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാ. ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വപതാ ഉറങ്ങിപ്പോയി. സ്വപ്നം കാണുന്നു. ഒരാള് വന്നിട്ട് പറയാണ്, നീ എത്ര നാളായി ഇങ്ങനെ വിഷമിക്കുന്നത്? ഇങ്ങനെ അവയവങ്ങൾ മുറിച്ചാൽ ഇതിന് പരിഹാരമാകുമോ? പറയുന്നു, ഉറുദിദിൽ ഹഖ ഇലാ അഹ്ലിഹി ഫഇന്നക തൻജൂ. നീ അവകാശിക്ക് അദ്ദേഹത്തിന്റെ അവകാശം തിരിച്ചു നൽകിയ നിനക്ക് രക്ഷപ്പെടാം മോനെ. ആ പോലീസുകാരൻ പെട്ടെന്ന് ഉണർന്നു. അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണെന്ന് ബോധ്യപ്പെട്ടു. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ മീൻപിടുത്തക്കാരൻ അന്വേഷിച്ചു നടന്നു. അയാളെ കടലിൽ ഇങ്ങനെ വലയെറിഞ്ഞ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കാത്തിരുന്നു. തിരിച്ചു വന്നപ്പോ അയാളെ വലയിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അടിമയാണ്. തിരിച്ചു ചോദിച്ചു, മന്നന്ത ഇബ്നു അഖീ, കൂട്ടുകാരാ നിങ്ങളാരാണ്? എന്തൊരു വിഷയമാ, എന്തൊരു ചോദ്യമാ? അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കയ്യിൽ നിന്ന് മത്സ്യം വാങ്ങിയത്? ആ മത്സ്യം അത് എന്റെ വിരൽ കടിച്ചത്. ആ വിരൽ കടിച്ചത് മുതൽ എന്റെ വിരൽ മുറിച്ചു മാറ്റിയത്, മുൻകൈയും തോളം കൈ വരെ മുറിച്ച് മാറ്റേണ്ടി വന്ന വിഷയങ്ങളൊക്കെ ധരിപ്പിച്ചപ്പോ അയാള് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുഴുവനും പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അത് പറയുമ്പോഴേക്കും തോളം കൈയിൽ നിന്നുള്ള മുഴുവൻ പുഴുക്കളും മുതിർന്നു വീണു. അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ അയാള് പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ, ഞാൻ നീതികേട് കാണിച്ചല്ലോ. നിങ്ങളെ മത്സ്യം പിടിച്ചെടുത്തത് കൊണ്ട് എനിക്ക് നേരിടേണ്ടി വന്ന ഭവിഷ്യത്താണ്. എല്ലാ നിലയിലും എനിക്ക് റഹ്മത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ അന്ന് എനിക്ക് ഏത് രൂപത്തിലാണ് ദുആ ചെയ്തത്? ഈ വലിയ പരീക്ഷണമൊക്കെ നേരിടേണ്ടി വന്നതിന്റെ മാനദണ്ഡം എന്താണ്? നിങ്ങൾ ഏത് രൂപത്തിലാണ് എനിക്കെതിരെ പ്രത്യേകമായി ദുആ ചെയ്തെന്ന് ചോദിക്കുമ്പോ അയാള് പറയാ, അല്ലാഹുവേ, അതേ എന്നെ വേദനിപ്പിച്ച ഈ മനുഷ്യന്, എന്നെ വേദനിപ്പിച്ച അവന് പകരം കൊടുക്കണേ അല്ലാ എന്ന തരത്തിലുള്ള ദുആ അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോഴും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ദുആ റബ്ബ് സ്വീകരിച്ചു. എല്ലാ നിലയിലും ഇതുമായി ബന്ധപ്പെട്ട് വിശാലമായി പലതും പറയാനുണ്ട്, ഞാൻ ചുരുക്കട്ടെ. അങ്ങനെ അവസാനം ആ മനുഷ്യന് പോകാൻ ഒരുങ്ങുമ്പോ ആ മനുഷ്യനോട് പറയാണ്, യാ റബ്ബ് ഖലഖ്തനി വഖലഖ്തഹു വജഅൽതഹു ഖവിയ്യൻ വജഅൽതനി ളഈഫൻ ثم സല്ലതഹു അലയ്യ ഫലാ അൻത മനഅതുഹു മിൻ ദുൽമി. അല്ലാഹുവേ, എന്നെയും ഈ മനുഷ്യനെയും സൃഷ്ടിച്ചത് നീയാണ്. അവനെ എന്നെ നീ ശക്തനാക്കി അവനെ നീ ബലഹീനയാക്കുകയും ചെയ്യണേ അല്ലാ. ഈ ദുആ ചെയ്യുമ്പോഴേക്കാണ് ഈ പോലീസുകാരൻ ഒന്നുമല്ലാതെ ആയിപ്പോയത്. അവന്റെ അക്രമത്തിൽ നിന്ന് ഇവനെ അല്ലാഹ് രക്ഷപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റൗള റയ്യാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 253 പേജിൽ പറയുന്ന ഈ സംഭവം നമുക്ക് വലിയ പാഠമാണ്. ഒരാളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. പണം ഉണ്ട് എന്ന ഗർവ്, അഹങ്കാരം വേണ്ട. അത് ഏത് സമയത്തും റബ്ബ് തിരിച്ചെടുത്തേക്കാ. ഒരു പ്രളയം വന്നപ്പോ തീർന്നില്ലേ?
നിന്റെ വലിയ വലിയ വാഹനങ്ങൾ, മുറ്റത്തുള്ള ലക്ഷങ്ങൾ മുടക്കിയിട്ട് നീ വാങ്ങിയ വലിയ ആഡംബര വണ്ടികൾ വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ? നിന്റെ വലിയ കോടികൾ ആസ്തിയുള്ള അതേ വീട്, എല്ലാ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച വീട് വെള്ളത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒലിച്ചു പോയില്ലേ? നിന്റെ ബാങ്ക് ബാലൻസ് പോലും സീറോ ആകേണ്ടി വന്നില്ലേ? എത്ര വലിയ പണക്കാരനും പാപ്പരായി അഭയാർത്ഥി ക്യാമ്പിൽ അന്തേവാസികളെ പോലെ, ഒന്നുമില്ലാത്തവരെ പോലെ, അതിഥി തൊഴിലാളികളെ പോലെ മറ്റാരോ തരുന്ന ഭക്ഷണവും പ്രതീക്ഷിച്ച് ഒരു നേരം വെള്ളത്തിന് വേണ്ടി കൈനീട്ടി യാചിച്ച് കഴിയേണ്ട ദിനങ്ങളെ വന്നില്ലേ? അതുകൊണ്ട് അല്ലാഹു തന്ന സമ്പത്ത് റബ്ബിന്റെ മേഖലയിൽ വിനിയോഗിക്കാൻ കഴിയണം. ആ നിലക്കുള്ള നല്ലൊരു ജീവിതം നമ്മളെ സൃഷ്ടിച്ചെടുക്കണം. അല്ലാ, അത് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നമുക്ക് അല്ലാഹു തന്ന സമ്പത്ത് പൂർണ്ണമായും ആ മേഖലയിൽ നമ്മൾ ചെലവഴിച്ച് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നല്ലൊരു ജീവിതം ക്രമീകരിച്ചെടുക്കണം. അള്ളാഹു നല്ല കാര്യത്തിൽ ചെലവഴിക്കാൻ, ദീനീ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ, നല്ല സംരംഭങ്ങളിലേക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക്, മുത്തഅല്ലിമീൻ അൽഹംദുലില്ലാഹ് സയ്യിദ് വലിയുള്ളാഹിയുടെ അവിടുത്തെ പരിശുദ്ധമായ ചുറ്റടിമീത്തിൽ ഈ വീട്ടിലുള്ള മുത്തഅല്ലിമീങ്ങൾ, അവിടുത്തെ ഉസ്താദുമാര്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർക്ക് കിതാബിന് ആവശ്യമായ ഫണ്ട് നൽകുന്നവരുണ്ട്. വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്. വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. CM സെന്ററിനെ സഹായിക്കുന്നവരുണ്ട്. മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ, ഞങ്ങളൊക്കെ പഠിച്ച മുഹിമ്മാത്ത് അടക്കമുള്ള സ്ഥാപനങ്ങൾ സഹായിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണം. ജീവിക്കുന്ന കാലം ഇസ്സത്തോട് ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ ഞങ്ങളെ നീ സലാമത്താക്കണം. അല്ലാഹ്